ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹമാസുമായുള്ള വെടിനിർത്തൽ ബന്ദി കൈമാറ്റ കരാറിന്റെ ഭാഗമായി തിരികെ വരുന്ന ബന്ദികളെ ഐസിയുവിൽ പ്രവേശിപ്പിക്കുവാനായി കാത്തുനിന്നവരെ നിരാശരാക്കിക്കൊണ്ട് വളരെയധികം സന്തോഷത്തോടെയും പൂർണ്ണമായ ആരോഗ്യത്തോടെയും തിരികെ വന്ന ബന്ദികളിൽ ഒരാളുടെ മുടി വരെ പിന്നിവച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ചില പത്രക്കാർ അവയെല്ലാം ഹമാസിന്റെ മാന്യതയുടെയും ബന്ദികളോടുള്ള അവരുടെ പെരുമാറ്റത്തിൻ്റെയും മാതൃകയായി അവയെ ചൂണ്ടിക്കാണിക്കുകയാണ്. ബന്ദികൾ സ്വയം പാചകം ചെയ്താണ് കഴിച്ചിരുന്നതെന്ന് പോലും ന്യൂസ് 12 നൽകിയ അഭിമുഖത്തിൽ ഈ ബന്ദികൾ പറഞ്ഞു. ഏതോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വീടുകളിൽ സന്ദർശനത്തിന് പോയിട്ട് തിരികെ വന്നവരുടെ മുഖഭാവവും സന്തോഷവുമായിരുന്നു ഈ ബന്ദികൾക്കുണ്ടായിരുന്നത് എന്നാണ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ബന്ദികളിൽ ഒരാളായ മിനി ദമാരിക്ക് വെടിയേറ്റ് പരിക്കേറ്റ് അവളുടെ 2 വിരലുകൾ നഷ്ടപ്പെട്ടതായി കാണുന്നു. ഗസയിലെ ആശുപത്രികൾ മുഴുവൻ ബോംബിട്ട് തകർത്തിട്ടും ഈ പെൺകുട്ടിയുടെ വിരൽ ശുശ്രൂഷിച്ച് അവയ്ക്ക് മരുന്ന് പുരട്ടി നന്നായി കെട്ടിവെച്ചതായി കാണുന്നുമുണ്ട്. ഹമാസ് ബന്ദികളോട് വളരെയധികം അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറിച്ച് അവരെക്കുറിച്ചുള്ള കുപ്രചാരണങ്ങളെല്ലാം വെറുതെ ആയിരുന്നു എന്നും ഈ സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ബന്ദികളാക്കിയ യുവതികളെ ഹമാസ് ബലാത്സംഗം ചെയ്തിരുന്നു എന്ന് പറയുന്നത് ഈ യുവതികളുടെ അനുവാദമില്ലാതെയാണ്. ബന്ദികളുടെ മൊഴിയില്ലാതെ ഇങ്ങനെ സ്വയം കെട്ടിച്ചമച്ച അപവാദങ്ങൾ ആ പെൺകുട്ടികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിൽ IDFന്റെ കാഴ്ചവെട്ടിലുള്ള ബന്ദികളെ സുരക്ഷിതമാക്കാനും അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുമാണ് ഹമാസ് ഏറെ പണിപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ബന്ദികൾ കൊല്ലപ്പെടാതെ ഇസ്രായേലിന് തിരികെ നൽകാൻ കഴിയുന്നത് ഹമാസിന്റെ പുണ്യം തന്നെയാണ്. ഈ വാർത്തകൾ പുറത്തു വരുന്നതിനൊപ്പം തന്നെ ഗസയിലേക്ക് ഇപ്പോൾ ട്രക്കുകളുടെ പ്രവാഹമാണ് ഉണ്ടാകുന്നത്. ദിവസവും 600 ട്രക്കുകൾ വീതമാണ് ഗസയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളത്. അവയിൽ മുഴുവനായും തന്നെ ഈ ഗസക്കാർക്കുള്ള വസ്ത്രവും ഭക്ഷണവും അവരുടെ വാഹനങ്ങൾക്കുള്ള ഇന്ധനവുമാണ്. അതുകൂടാതെ ചില ട്രക്കുകളിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകളുമുണ്ട്. കാരണം ഈ ഗസക്കാർക്ക് ഇപ്പോൾ താമസിക്കാൻ വീടുകളൊന്നും തന്നെ ഇല്ല. അവയെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി കോൺക്രീറ്റ് കൂടാരമാക്കി മാറ്റിയിരിക്കുകയാണ്. അവയ്ക്കിടയിൽ ഈ ഗസക്കാർക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചെറിയ വീടുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൂട്ടിയെടുക്കാൻ പറ്റുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകൾ തന്നെ വേണ്ടിവരും. അത്തരം അനേകം വീടുകളും ഇപ്പോൾ ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കരാറിന്റെ ആദ്യ ദിവസങ്ങളിൽ ഗസ തിരക്കിലാകുമ്പോൾ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുകയാണ്. ചുമതലയേറ്റ ശേഷം ചാനലുകളുമായുള്ള അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് കരാറിന്റെ 3 ഘട്ടവും കടക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ 3 ഘട്ടത്തിലൂടെ വെടിനിർത്തൽ പൂർണ്ണമായും നിർത്തി ഗസ ശാന്തമാകും എന്നൊക്കെയാണ് കരാറിലുള്ളത്. അതിലൂടെ ബന്ദികളെ കൈമാറുകയും ഈ ഇസ്രായേലിന്റെ കയ്യിലുള്ള തടവുകാരെ മുഴുവൻ കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ആദ്യം 90 തടവുകാരെ കൈമാറിക്കൊണ്ട് 3 ബന്ദികളെയാണ് ഇപ്പോൾ തിരികൾ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഓരോ ശനിയാഴ്ചകളിലും കൊടുക്കുന്ന ബന്ദികളുടെ എണ്ണം അനുസരിച്ച് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള തടവുകാരെ തിരികെ നൽകും. അത് 1904 തടവുകാരാണ് കൈമാറേണ്ടത്. അപ്പോൾ ഈ ഹമാസിൻ്റെ കയ്യിലുള്ള 33 ബന്ദികളെ കൈമാറും. അതുകൂടാതെ വേറെ പിന്നെയുണ്ട് ഹമാസിൻ്റെ കയ്യിൽ വീണ്ടും തടവുകാരുണ്ടാവും. അത് ഏതാണ്ട് 10-60 പിന്നെയും ഉണ്ടാകും. അതിൽ 10-30 പേര് മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവരുടെ എല്ലാം മൃതദേഹങ്ങൾ തിരികെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 100 പേരോളം ഹമാസിന്റെ കൈവശമുണ്ട്. അവർ 1904 തടവുകാരെ തിരികെ നൽകും. എന്നാൽ ഈ കരാർ 3 ഘട്ടമായി നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കരാർ പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധ്യതയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അയാൾ പറയുന്നത് ഗസയും ഇസ്രായേലും തമ്മിലുള്ളത് ഒരു പൊളിറ്റിക്കൽ സൈറ്റാണെന്നാണ്. അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കും ഈ ഗസയെല്ലാം നന്നായി നിർമ്മാണമെല്ലാം അടിച്ച് പൊളിച്ച് നല്ല പുതിയ വീടുകളൊക്കെ വെച്ച് ഗസക്കാർക്ക് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ വെറുതെയാണ്. അതല്ല, ഇവിടെയുള്ള ഗസയുള്ള എല്ലാ ആൾക്കാരെയും ഇന്തോനേഷ്യയിലേക്ക് നാട് കടത്തുക, എന്നിട്ട് അവിടെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ വീടും കൂടും എല്ലാം ഉണ്ടാക്കിയിട്ട് ഇസ്രായേലികൾക്ക് കൊടുക്കുക. അപ്പോൾ ഗസക്കാരെ അവിടുന്ന് പുറത്തേക്ക് എടുത്ത് കളയുന്നതാണ് ഇവരുടെ നിർമ്മാണ പ്രവർത്തനം. നമ്മൾ ഈ വേസ്റ്റ് എല്ലാം വാരിക്കളയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഗസക്കാരെ വേസ്റ്റായി കണ്ടുകൊണ്ട് തന്നെ പുറത്തേക്ക് വാരിക്കളയണം, അല്ല ഇന്തോനേഷ്യയിലെ വല്ലതും കൊണ്ടിടണം. എന്നിട്ട് അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ ഗസക്കാർക്ക് അനുകൂലമായ അഭിപ്രായമൊന്നുമല്ല ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അമേരിക്കയിൽ ഏത് പ്രസിഡന്റ് വന്നാലും അത് പശ്ചിമേഷ്യയ്ക്ക് അത്ര നല്ലതൊന്നുമല്ല. ഈ ബൈഡൻ വന്നപ്പോഴും ലോകത്തെല്ലാവരും വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. കാരണം പശ്ചിമേഷ്യയ്ക്ക് ഗുണമൊക്കെ ഉണ്ടായാലും ഇത്രയും പ്രായമൊക്കെ ആയ ഒരു മനുഷ്യനല്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഗുണമുണ്ടാകും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അയാളിൽ നിന്നും ഏറ്റവും മോശമായ പ്രവർത്തനമാണ് ഉണ്ടായത്. അയാൾ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി അയാൾ ആയുധങ്ങൾ സ്ഥിരമായി ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഇയാളിത് ഒരു കൊല്ലം മുമ്പ് ഈ ആയുധം കൊടുക്കൽ നിർത്തിയിരുന്നെങ്കിൽ യുദ്ധം പണ്ടേ തീരുമാനമായാനെ. ഈ ബന്ദികളൊന്നും ഇത്രയും കിടന്ന് നരയിക്കേണ്ടി വരില്ലായിരുന്നു, ഗസക്കാരെ ഇത്രയും കൊല്ലപ്പെടില്ലായിരുന്നു. പക്ഷെ ഒന്നും അയാൾ ചെയ്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബന്ദി കൈമാറ്റം ഉണ്ടായ ദിവസം ഈ ഹമാസിൻ്റെ വൻ ശക്തി പ്രകടനം പോലെ ഗസയിൽ ആയിരക്കണക്കിന് ഹമാസുകാരാണ് പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അവർ മുഖം മൂടിയും അവരുടെ യൂണിഫോമൊക്കെ ധരിച്ച് അവരുടെ വാഹനങ്ങളും ആയുധങ്ങളും എല്ലാം ആയിട്ട് അവരിങ്ങനെ ഒരു പ്രദർശനം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് അവർ ബന്ദികളെ കൈമാറ്റം ചെയ്തത്. സത്യത്തിൽ ഇത്രയും ഈ ഹമാസുകാരെ ഒരിക്കലും ഇസ്രായേൽ ഇന്നവരെ കണ്ടിട്ടില്ല. ലോകത്തെല്ലാവരും അത്ഭുതപ്പെടുകയാണ്, ഇത്രയധികം ഈ ഹമാസുകാർ എവിടെ ഒളിച്ചിരുന്നു. ഏറ്റവും സുന്ദരിയായ ഒരു യുവതി കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുന്നുണ്ട്. ഈ IDFൻ്റെ കാലിൻ്റെ ചുവട്ടിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്ര പെട്ടെന്ന് ഈ ഗസയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഈ IDFും മൊസാദും ഒക്കെ 1.5 കൊല്ലം തപ്പി നടന്നിട്ട് ഇവരെ ഗസക്കാരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർ പുറത്ത് കുറച്ച് പേരെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ പറഞ്ഞതാണ്, അവർ ശരിക്കും പറഞ്ഞാൽ ഹമാസിൻ്റെ ചാവേറുകളാണെന്ന്. അവരെ ബോംബിട്ട് കൊല്ലാൻ കഴിഞ്ഞു എന്നല്ലാതെ ഒറ്റ ഹമാസുകാരെ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ആണുങ്ങളുണ്ടായി ഇവർ പറയും അത് ഹമാസാണ്, തീവ്രവാദികളാണെന്ന് പറയുള്ളൂ. അവർ യൂണിഫോം ഇട്ടുകൊണ്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ടാൽ അത് ആ യൂണിഫോം ഉൾപ്പെടെ കാണിക്കുമ്പോഴാണ് ഇതിന് അന്തസ് വരുന്നത്. അല്ലാതെ ആശുപത്രി കിടക്കുന്ന ഏതെങ്കിലും ഒരു പാവ ഒരുത്തനെ വെടിവെച്ച് കൊന്നിട്ട് അല്ലെ ബോംബ് വെച്ച് കൊന്നിട്ട് പറയുക ഇത് ഭീകരനാണെന്ന് പറഞ്ഞാൽ അതാരെങ്കിലും അംഗീകരിക്കുമോ? അതാണ് ഈ ഇസ്രായേലിൻ്റെ ഈ വാദങ്ങളെ ആരും വിശ്വാസത്തിലെടുക്കാത്തത്. അവർക്ക് എണ്ണം മതി. എന്നാൽ പോരാളികൾ ഇപ്പുറത്ത് ശക്തമായി തന്നെ നിൽക്കുകയാണ്. അവരെ ഒന്നും ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, അതിന് തീരുമാനമായി ഒപ്പിട്ടു, ഇനി പ്രശ്നമില്ല എന്നറിഞ്ഞ അതേ നിമിഷം തന്നെ ഈ പോരാളികൾ മുഴുവൻ പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് അത്ഭുതം. ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ ആ വിഷയം. കാരണം ഇവരെല്ലാം എവിടെ ഒളിച്ചിരുന്നു എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ്. അവർ പോരാടാൻ വേണ്ടി ഇപ്പോഴും തയ്യാർ തന്നെയാണ്. ഇന്നലെ അബൂ ഉബൈദയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇനിയും കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കാനാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അതിനുള്ള ആളും ആയുധങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെ ഞങ്ങൾക്ക് പേടിക്കാമെന്നില്ല, നിങ്ങൾ ബാ, ഇപ്പോൾ ട്രംപ് ആയുധം കൊടുക്കുമല്ലേ, വരട്ടെ എന്നുള്ള നിലയിലാണ് ഈ ഇപ്പോൾ അബൂ ഉബൈദ ഇന്നലെ പ്രസംഗം നടത്തിയിരുന്നത്. അപ്പോൾ ഗസയിൽ വീണ്ടും ചിലപ്പോൾ പോരാട്ടം തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇസ്രായേൽ അവർക്ക് ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ആക്രമണം ആരംഭിക്കും. അപ്പോൾ ഒരല്പം പിന്നോട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഉത്കണ്ഠയോടെ കാത്തിരിക്കാം. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.